നമസ്കാരം. ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആരോഗ്യരംഗത്തു നിന്നുള്ള പ്രധാന വാർത്തകൾ. ഡെങ്കിപ്പനിയും പകർച്ചപ്പനിയും സംസ്ഥാനത്ത് പടരുമ്പോൾ രോഗവിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്താൻ ഡോക്ടർമാർക്ക് ആരോഗ്യവകുപ്പിന്റെ കർശന നിർദ്ദേശം. സ്വകാര്യ ലാബുകളിലെ രക്തപരിശോധന പാളുന്നു. കോഴിക്കോട് 19 വയസ്സുകാരന് എയ്ഡ്സ് എന്ന സ്വകാര്യ ലാബിന്റെ തെറ്റായ റിപ്പോർട്ട്. പ്രതിരോധശേഷി ആർജിച്ച മലമ്പനി രോഗാണുക്കളെ നേരിടാൻ പ്രോട്ടീൻ ചികിത്സയുമായി ഗവേഷകർ. വാർത്തകൾ വിശദമായി. ഡെങ്കിപ്പനിയും പകർച്ചപ്പനിയും സംസ്ഥാനത്ത് പടരുമ്പോൾ രോഗവിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്താൻ ഡോക്ടർമാർക്ക് ആരോഗ്യവകുപ്പിന്റെ കർശന നിർദ്ദേശം. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി ബാധിതർ കേരളത്തിലാണെന്ന റിപ്പോർട്ട് വന്ന സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പിന്റെ ഈ നടപടി. ഡെങ്കിപ്പനി കണക്ക് കുറച്ചുകാട്ടാനുള്ള സർക്കാരിന്റെ ഗൂഢശ്രമമാണ് പുതിയ നീക്കത്തിന് പിന്നിലെന്നും ആക്ഷേപമുണ്ട്. പനി ബാധിച്ചു വരുന്നവരുടെ രോഗം കൃത്യമായ പരിശോധനയിലൂടെ നിർണയിച്ചതിന് ശേഷം മാത്രമേ രേഖപ്പെടുത്താവൂ എന്നാണ് പൊതുജന ആരോഗ്യ അഡീഷണൽ ഡയറക്ടറുടെ സർക്കുലർ. പനി രോഗവുമായി എത്തുന്നവരെ ഡോക്ടർമാർ കൃത്യമായി പരിശോധിച്ച് രോഗനിർണയം നടത്തുന്നില്ലെന്നും ഇങ്ങനെയുള്ള പനി വിവരം ഏകദേശ രൂപം വെച്ചാണ് IDSPയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുമാണ് ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തെ മൊത്തം അസുഖബാധിതരുടെ രോഗവിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി ഔദ്യോഗിക വിവരമായി സൂക്ഷിക്കുന്ന റിപ്പോർട്ടാണ് IDSP. ഇതിൽ ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചത് പനി വിവരം ഏകദേശ രൂപം വെച്ചിട്ടാണെന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. ഈ അടിസ്ഥാനത്തിലാണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി ബാധിതർ കേരളത്തിലാണെന്ന കണക്ക് പുറത്തുവരാൻ കാരണമെന്നും കണ്ടെത്തിയതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് രോഗിയെ കൃത്യമായ പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ രോഗവിവരം രേഖപ്പെടുത്താവൂ എന്ന് ആരോഗ്യവകുപ്പ് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൂടാതെ രോഗവിവരം പൊതുവിവരമാക്കി പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് പാലിക്കേണ്ട മറ്റു ചില നിർദ്ദേശങ്ങൾ കൂടി ആരോഗ്യവകുപ്പ് ഇതിലൂടെ നൽകുന്നുണ്ട്. നിർദ്ദേശം പാലിക്കാത്ത ഡോക്ടർമാർക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ കർശന നടപടിയെടുക്കുമെന്നും സർക്കുലറിൽ വ്യക്തമാക്കുന്നു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലടക്കം 100 കണക്കിന് പനിബാധിതരാണ് ഓരോ ദിവസവും എത്തുന്നത്. ഇവരുടെ രോഗവിവരം കൃത്യമായ പരിശോധനയിലൂടെ മാത്രമേ രേഖപ്പെടുത്താവൂ എന്നത് പ്രായോഗികമല്ലെന്നിരിക്കെ പനിബാധിതരുടെ എണ്ണവും പനിമരണവും കുറച്ചു കാട്ടാനുള്ള ശ്രമമാണ് പുതിയ നിർദ്ദേശത്തിന് പിന്നിലെന്നാണ് ആക്ഷേപം. ശ്യാം കെ വാരിയർ, അമൃത ന്യൂസ്, കോഴിക്കോട്. നാട്ടിൽ ഡെങ്കിപ്പനി മരണങ്ങൾ കൂടുമ്പോൾ സ്വകാര്യ ലാബുകളിലെ രക്തപരിശോധന പാളുന്നു. കോഴിക്കോട് 19 വയസ്സുകാരന് എയ്ഡ്സ് എന്ന സ്വകാര്യ ലാബിന്റെ തെറ്റായ റിപ്പോർട്ട്. ഹിമോഫീലിയ ബാധിച്ച് ചികിത്സ നടത്തുന്ന കോട്ടയ്ക്കൽ സ്വദേശിക്കാണ് ഈ ദുരനുഭവം. ലാബിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് കുടുംബം. ലാബ് റിപ്പോർട്ടിലെ അപാകതകൾ കാരണം ദിനംപ്രതി നിരവധി പ്രശ്നങ്ങളാണ് രോഗികൾക്കുണ്ടാകുന്നത്. പനി പടർന്നു പിടിക്കുമ്പോൾ സർക്കാർ ലാബുകളെക്കാളും അധികം സ്വകാര്യ ലാബുകളിലാണ് രോഗികൾ കൂടുതലായും പരിശോധനയ്ക്കായി എത്തുന്നത്. എന്നാൽ പലപ്പോഴും ഇവർ നൽകുന്നതാകട്ടെ തെറ്റായ റിപ്പോർട്ടും. തെറ്റായ ഫലം മൂലം ദുരിതമനുഭവിച്ചതിൽ ഒരാളാണ് കോട്ടയ്ക്കൽ സ്വദേശിയായ 19-കാരൻ. ഹിമോഫീലിയ ബാധിച്ച് ചികിത്സയുടെ ഭാഗമായാണ് രക്തം പരിശോധിച്ചത്. മെഡിക്കൽ കോളേജിലെ ലാബ് അടച്ചതിനാൽ സമീപത്തുള്ള സ്വകാര്യ ലാബിലായിരുന്നു രക്തം പരിശോധിച്ചത്. തുടർന്ന് ലഭിച്ച പരിശോധനാ ഫലമാകട്ടെ HIV പോസിറ്റീവ്. മറ്റൊരു സ്വകാര്യ ലാബിലും മെഡിക്കൽ കോളേജ് ലാബിലും കൂടി രക്തം പരിശോധിച്ചപ്പോഴാണ് ഫലം നെഗറ്റീവാണെന്ന് കണ്ടെത്തിയത്. എന്റെ അവസ്ഥ എന്താ? ആത്മഹത്യ തന്നെ, വേറെന്താണ്? ഈ അവസ്ഥ ആലോചിച്ച് നോക്ക്. എന്റെ കുടുംബം അന്ന് രാത്രി എല്ലാവരും വളരെ വിഷമത്തിലായിരുന്നു. എൻ്റെ ആ കുട്ടീൻ്റെ മുഖത്തേക്ക് നോക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ഞാൻ പരാതി കൊടുക്കാൻ പോവാണ്. പരാതി എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ കൊടുക്കാൻ പോവാണ്. എന്നാൽ യന്ത്രത്തകരാർ കാരണമാണ് തെറ്റായ പരിശോധനാ ഫലം നൽകിയതെന്നാണ് സ്വകാര്യ ലാബിന്റെ വിശദീകരണം. ഇത്തരത്തിൽ യന്ത്രത്തകരാർ മൂലവും അല്ലാതെയും ദിനംപ്രതി നിരവധി പരാതികളാണ് സ്വകാര്യ ലാബുകൾക്കെതിരെ ഉയരുന്നത്. പകർച്ചപ്പനിയുടെ മറവിൽ അമിത ഫീസ് ഈടാക്കി തെറ്റായ ഫലങ്ങൾ പല ലാബുകളും നൽകുമ്പോൾ മറ്റ് 2 ലാബുകളിൽ കൂടി പരിശോധന നടത്തി ഫലം ഉറപ്പിക്കേണ്ട ഗതികേടിലാണ് രോഗികൾ. അമൃത ന്യൂസ്, കോഴിക്കോട്. പ്രായമായവരിലെ മാനസിക ആരോഗ്യം, ഇതേക്കുറിച്ച് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്യുകയാണ്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഇൻ സൈക്യാട്രി ഡോക്ടർ അരുൺ ബി നായരാണ്. ഡോക്ടർ, ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. നമസ്കാരം. ഡോക്ടർ, നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ വൃദ്ധ ജനസംഖ്യ വളരെ കൂടി വരുന്നതായാണ് കണ്ടിട്ടുള്ളത്. തീർച്ചയായും സൊസൈറ്റിയുടെ നല്ലൊരു വിഭാഗം പ്രായമായവരാണ്. തീർച്ചയായും അതുകൊണ്ട് തന്നെ സൊസൈറ്റിയുടെ മൊത്തത്തിലുള്ള ഒരു മാനസികാരോഗ്യത്തിന് അവരുടെയും പ്രായമായവരുടെയും മാനസികാരോഗ്യം നന്നായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എത്രത്തോളം അത് നിർണായകമാണ്.
പ്രധാനമായും അവർ എന്തൊക്കെ മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നു? 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളെയാണ് പൊതുവെ വൃദ്ധജനങ്ങൾ അല്ലെങ്കിൽ ജീറിയാട്രിക് പോപ്പുലേഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ലോകത്തിൽ മറ്റേതൊരു പ്രദേശത്തുള്ളതിലും കൂടുതലായിട്ട് ഇന്ന് കേരളം പോലെയുള്ളൊരു സ്ഥലത്ത് ഈ വൃദ്ധജനങ്ങളുടെ തോത് കൂടി വരികയാണ്. കാരണം നമ്മുടെ ആയുർദൈർഘ്യം, ഒരു വ്യക്തി ജീവിച്ചിരിക്കാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടം പലപ്പോഴും പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇതിന് തുല്യമായൊരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സ്ത്രീകൾ ശരാശരി 76 വയസ്സ് വരെയും പുരുഷന്മാർ ശരാശരി 72 വയസ്സ് വരെയും ജീവിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അത് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ശരാശരിയേക്കാൾ ഒരു 10-12 വർഷം കൂടെ കൂടുതലായിട്ടുള്ളതാണ് കാണുന്നത്. ഏകദേശം വികസിത രാജ്യങ്ങളുടേതിന് അടുത്ത് നിൽക്കുന്ന ഒരു ആയുർദൈർഘ്യമാണ് കേരളത്തിലെ ജനങ്ങൾക്കുള്ളത്. അപ്പോൾ ഈ ജനസംഖ്യ കൂടി വരുന്നു, അതിൽ ഈ വൃദ്ധജനങ്ങളുടെ തോത് കൂടി വരുന്നു, അവരുടെ ആയുർദൈർഘ്യം കൂടി വരുന്നു. ഇതിന് സമാന്തരമായിട്ട് ഈ വൃദ്ധജനങ്ങളിലെ മാനസികാരോഗ്യ പ്രശ്നങ്ങളും വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത്. പലപ്പോഴും ഇന്ന് ഈ വൃദ്ധജനങ്ങളുടെ ഒരു മൊത്തം അവസ്ഥ എടുത്തു കഴിഞ്ഞാൽ പലതരത്തിലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളും അവിടെ കൂടി വരുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി മറവി രോഗം അഥവാ ഡിമെൻഷ്യ എന്ന് പറയുന്നൊരു സംഗതിയാണ് ഈ വൃദ്ധജനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ട് കണ്ടുവരുന്നൊരു മാനസികാരോഗ്യ പ്രശ്നം. ഈ മറവി രോഗം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തലച്ചോറിലെ കോശങ്ങൾ ജീർണിച്ചു പോകുന്നത് മൂലം അടുത്ത സമയത്ത് ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അടുത്ത സമയത്ത് മനസ്സിലാക്കിയ കാര്യങ്ങൾ മറന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷം. തുടക്കം എപ്പോഴും അങ്ങനെയാണ്. ഭക്ഷണം കഴിച്ചിട്ട് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഭക്ഷണം കഴിച്ചു എന്ന കാര്യം മറന്നുപോയി വീണ്ടും ഭക്ഷണം ആവശ്യപ്പെടുക, അല്ലെങ്കിൽ പൈസയോ മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളോ എവിടെയെങ്കിലും ഒന്ന് കൊണ്ട് വെച്ചിട്ട് അതെവിടെയാണ് വെച്ചത് എന്ന് ഓർമ്മയില്ലാതെ ഒരു 10 മിനിറ്റിന് ശേഷം അത് വീട്ടിലുള്ളവർ മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞ് ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുക. ഇങ്ങനെയായിരിക്കും പലപ്പോഴും ഇതിൻ്റെ ഒരു തുടക്കം, മറവി രോഗങ്ങളുടെ തുടക്കം. ഇതോടൊപ്പം സ്ഥിരം ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ പേര് മറന്നു പോകുന്നതും ഈ മറവി രോഗത്തിൻ്റെ ആദ്യഘട്ടത്തിൽ കാണും. ഇപ്പോൾ പേന, കണ്ണട, മൊബൈൽ ഫോണ്, ഇങ്ങനെയൊക്കെയുള്ള സ്ഥിരം ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ഈ വസ്തുക്കൾ കിട്ടിയാൽ അത് ഉപയോഗിക്കാൻ അറിയാം, പക്ഷേ അവയുടെ പേര് ഓർമ്മ വരുന്നില്ല. അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം ഇവിടെ കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 65 വയസ്സിന് മുകളിലുള്ള ജനവിഭാഗങ്ങളെടുത്താൽ 4% പേർക്ക് ഈ മറവി രോഗങ്ങളുണ്ട് എന്നാണ് കണക്ക്. ഓരോ 5 വർഷം കഴിയും തോറും മറവി രോഗം വരാനുള്ള സാധ്യത ഇരട്ടിയായിട്ട് കൂടുന്നു. 85 വയസ്സിന് മുകളിലുള്ള ആൾക്കാരെ എടുത്താൽ 40% പേർക്ക് മറവി രോഗമുണ്ടെന്നുള്ളതാണ്. പക്ഷേ ഈ മറവി രോഗം ഒരു മാനസികാരോഗ്യ പ്രശ്നമാണ്, ഇത് ചികിത്സ വേണ്ടതാണ് എന്ന് തിരിച്ചറിയപ്പെടുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം. ഇത് ആരംഭഘട്ടത്തിൽ തന്നെ ചികിത്സ ആരംഭിച്ചാലേ ഇതിലെന്തെങ്കിലും പുരോഗതി ഉണ്ടാക്കാൻ കഴിയാറുള്ളൂ. പക്ഷേ നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഇത് വളരെ വളരെ പഴയകാല ഓർമ്മകൾ കൂടെ നശിച്ചു പോകുന്നൊരവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ചികിത്സയ്ക്ക് മുതിരുന്നത്. അപ്പോഴേക്കും ചുരുങ്ങിയത് ഒരു 5 വർഷമെങ്കിലും ഈ രോഗത്തിന് പഴക്കം വന്നിട്ടുണ്ടാവും. അതിനുശേഷം ചികിത്സ ആരംഭിച്ചാൽ ചിലപ്പോൾ ഫലപ്രദമായിട്ടുള്ള ഒരു നേട്ടം ആ ചികിത്സയിലൂടെ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ മറവി രോഗത്തിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അടുത്ത കാലത്ത് ചെയ്ത കാര്യങ്ങൾ, അടുത്ത കാലത്ത് പഠിച്ച കാര്യങ്ങൾ, അടുത്ത കാലത്ത് മനസ്സിലാക്കിയ കാര്യങ്ങൾ മറന്നു പോവുക. അതോടൊപ്പം സാധനങ്ങളുടെ പേര് മറന്നു പോവുക, ആൾക്കാരുടെ പേര് മറന്നു പോവുക. ഇതൊക്കെയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ. ഈ പ്രാരംഭ ലക്ഷണങ്ങൾ കാണുന്ന ഘട്ടത്തിൽ തന്നെ ചികിത്സ ആരംഭിച്ചാൽ വലിയൊരളവ് ആ രോഗം വഷളാകാതെ നമുക്ക് തടയാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട മാനസികാരോഗ്യ പ്രശ്നം വൃദ്ധരിൽ കാണുന്നത് വിഷാദ രോഗമാണ്. വിഷാദ രോഗം അഥവാ ഡിപ്രസീവ് ഡിസോർഡർ. ഇപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കൂടുതൽ സമയം മനസ്സിൽ സ്ഥായിയായൊരു വിഷമഭാവം, പണ്ട് ആസ്വദിച്ച് ചെയ്തിരുന്ന കാര്യങ്ങൾ പലതും ചെയ്യാനുള്ളൊരു താല്പര്യമില്ലായ്മ, കാരണമില്ലാത്ത ക്ഷീണം, കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാനേ തോന്നുന്നില്ല, കൂടുതൽ സമയം കിടക്കാൻ തോന്നുന്ന അവസ്ഥ, ഉറക്കം കുറയുന്നു, വിശപ്പ് കുറയുന്നു, ചെയ്യുന്ന ജോലികളിൽ ശ്രദ്ധ കുറയുന്നു, ഒരു സ്ഥലത്ത് ഇരുന്നാൽ ഇരിപ്പുറയ്ക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു സ്ഥിതിവിശേഷം വരുന്നു, നിരാശ, കടുത്ത നിരാശ, ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശരിയാകില്ല എന്ന തോന്നൽ, ആരും തന്നെ സഹായിക്കാനില്ല എന്നുള്ള തോന്നൽ, താനിങ്ങനെ ജീവിച്ചിരിക്കുന്നത് തൻ്റെ ബന്ധുക്കൾക്കൊരു ഭാരമാണെന്നുള്ള തോന്നൽ, ഇത്തരത്തിലുള്ള നിരാശാ ചിന്തകൾ മനസ്സിൽ സദാ കടന്നു വരും. ഈ നിരാശാ ചിന്തകൾ ഒരു മൂർധന്യാവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് പലപ്പോഴും ആത്മഹത്യാ പ്രവണത, സ്വന്തം ജീവിതം അവസാനിപ്പിക്കാനുള്ളൊരു പ്രവണത കൂടെ ഇവർ പ്രദർശിപ്പിച്ചേക്കും. ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ, ഈ 9 ലക്ഷണങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണമെങ്കിലും 2 ആഴ്ച തുടർച്ചയായിട്ട് നീണ്ടു നിന്നാൽ നമുക്കത് വിഷാദ രോഗമാണെന്ന് ഏകദേശം കരുതാം. കേരളത്തിലെ വൃദ്ധജനങ്ങളിൽ വിഷാദരോഗം വരാൻ ഒരുപാട് കാരണങ്ങളുള്ളതിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാരണം എംപ്റ്റി നെസ്റ്റ് സിൻഡ്രോം എന്ന് ഇംഗ്ലീഷിൽ പറയും.
എംപ്റ്റി നെസ്റ്റ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ മക്കളെയൊക്കെ വളർത്തി പഠിപ്പിച്ച് നല്ല നിലയിലേക്ക് എത്തിച്ച് ജോലിയൊക്കെ കിട്ടി മക്കൾ വീട് വിട്ടു പോവുകയാണ്. നമുക്കറിയാം കേരളത്തിൽ ചെറുപ്പക്കാർ പലരും നല്ലൊരു ശതമാനം വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ തേടി പോകുന്നുണ്ട്. അപ്പോൾ ഈ മക്കളെല്ലാം വിദേശത്തേക്കും വളരെ ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ തൊഴിൽ തേടി പോയി കഴിയുമ്പോൾ വാർദ്ധക്യത്തിൽ ദമ്പതികൾ വീട്ടിൽ ഒറ്റപ്പെടുന്നൊരു സ്ഥിതിവിശേഷം വരുന്നു. ഈ ഒറ്റപ്പെടൽ പലപ്പോഴും വിഷാദത്തിന് കാരണമാവും. ആദ്യമൊക്കെ മക്കൾ വിദേശത്താണ്, ഇത്തരം മക്കളുടെ നല്ല കാര്യങ്ങളൊക്കെ അയൽവാസികളോടൊക്കെ പറഞ്ഞ് ഇങ്ങനെ അഭിമാനപൂർവ്വം നടക്കുമെങ്കിലും കുറച്ച് നാൾ കഴിയുമ്പോഴാണ് തങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ഈ മക്കളുടെ സാന്നിധ്യം ലഭിക്കുന്നില്ല എന്ന് വേദനയോടെ ഇവർ തിരിച്ചറിയുന്നത്. ഇവർക്കൊരു രോഗം വരുമ്പോൾ, ഇവർക്കൊരു വീഴ്ച വരുമ്പോൾ ആ സമയത്ത് കൃത്യമായിട്ട് ഈ വിദേശത്ത് ജോലി ചെയ്യുന്ന മക്കൾക്ക് എത്താൻ കഴിയണമെന്നില്ല, അവരുടെ ജോലിയുടെ തിരക്കുകളും മറ്റുമൊക്കെ മൂലം. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും തങ്ങൾ അവഗണിക്കപ്പെടുകയാണെന്നൊരു തോന്നൽ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഇതിനെയാണ് നമ്മൾ എംപ്റ്റി നെസ്റ്റ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഇത് കൂടാതെ സ്ത്രീകളിൽ പ്രത്യേകിച്ച് ആർത്തവ വിരാമം കഴിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെ ഈ ഹോർമോണൽ വ്യതിയാനങ്ങൾ മൂലം തന്നെ കുറച്ച് മാനസിക പ്രശ്നങ്ങൾ വരാം. ഇപ്പോൾ ആർത്തവ വിരാമം സംഭവിക്കുമ്പോൾ ശരീരത്തിലെ ചില പ്രത്യുൽപാദന ഹോർമോണുകളുടെ അളവിൽ പൊടുന്നനെ ഒരു കുറവ് വരികയാണ്. ഇതേ തുടർന്ന് പോസ്റ്റ് മെനോപോസൽ സിൻഡ്രോം അല്ലെങ്കിൽ ആർത്തവ വിരാമാനന്തര വിഷാദം എന്നൊരു അവസ്ഥ സംജാതമാകാറുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെടുക, ശരീരമാസകലം വല്ലാത്ത ചൂട് അനുഭവപ്പെടുക, ഏറ്റവും തണുപ്പുള്ള കാലത്ത് പോലും AC മുറിയിൽ കഴിയുന്നൊരു സാഹചര്യത്തിൽ പോലും ശരീരം വേർത്തൊലിക്കുക, മുള കരച്ച് തേച്ചതുപോലെയുള്ളൊരു വേദന, ഒരു പുകച്ചിൽ ശരീരമാസകലം അനുഭവപ്പെടുക, ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാത്ത അവസ്ഥ, കഠിനമായ വിഷമം, ഒരു ശബ്ദം കേൾക്കുമ്പോൾ തലവേദനയും തലയ്ക്ക് പെരുപ്പും വരിക, കടുത്ത സങ്കടം തോന്നുക, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടേക്കാം. ഇതോടൊപ്പം ഈ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോഴുണ്ടാകുന്ന ഈ ലൈംഗിക ജീവിതത്തിലെ ചില വിഷയങ്ങളും പലപ്പോഴും മാനസിക സംഘർഷത്തിന് കാരണമാകാം. ആർത്തവ വിരാമം കഴിയുന്നതോടുകൂടി സ്ത്രീകളിൽ ലൈംഗിക താല്പര്യത്തിൽ വളരെ കാര്യമായൊരു കുറവ് സംഭവിക്കാറുണ്ട്. എന്നാൽ പുരുഷന്മാർക്ക് മറ്റ് രോഗങ്ങൾ, ഇപ്പോൾ പ്രമേഹമോ ഹൃദ്രോഗമോ അത്തരം കാര്യമായ ശാരീരിക രോഗങ്ങളൊന്നും വന്ന് ഭവിച്ചിട്ടില്ലെങ്കിൽ പലപ്പോഴും ലൈംഗിക താല്പര്യത്തിൽ വലിയ കുറവ് വരാറുമില്ല. അപ്പോൾ ഇത് പലപ്പോഴും ഈ ദമ്പതികൾ തമ്മിലുള്ളൊരു സംഘർഷത്തിന് കാരണമാകാറുണ്ട്. അവർ തമ്മിലുള്ള ഒരു വഴക്കിനത് കാരണമാകാറുണ്ട്. ഇത് ആ ദാമ്പത്യ ബന്ധത്തിൽ അസ്വാരസ്യത്തിലേക്ക് നയിക്കുകയും അത് പലപ്പോഴും മാനസികാരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യാറുണ്ട്. ഇതോടൊപ്പം വ്യത്യസ്ത തരത്തിലുള്ള ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾ അതും മാനസിക സമ്മർദ്ദങ്ങൾക്ക് കാരണമാകാറുണ്ട്. എനിക്ക് തോന്നുന്നു പലപ്പോഴും ഈ വിഷാദം പോലെയുള്ള അവസ്ഥകൾ, അതേ തുടർന്നുള്ള ആത്മഹത്യാ നിരക്കുകൾ, ഇതൊക്കെ വളരെ കൂടുതലായിട്ട് ഇവിടെ കാണാറുമുണ്ട്. ചില പ്രത്യേക അസുഖങ്ങൾ, പ്രമേഹം പോലുള്ള പ്രത്യേക അസുഖങ്ങൾ, ദീർഘകാലം നീണ്ടു നിൽക്കുന്ന അസുഖങ്ങൾ പ്രായമെത്തുമ്പോൾ ഒരു മാനസിക ആരോഗ്യത്തിന് കുറവ് തട്ടുന്നതായി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? വിഷാദ രോഗത്തിലേക്ക് അത് നയിക്കാറുണ്ടോ? തീർച്ചയായിട്ടും ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഏത് ശാരീരിക രോഗവും കുറേ നാൾ കഴിയുമ്പോൾ മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമാകാം. താങ്കൾ സൂചിപ്പിച്ച പോലെ പ്രമേഹം എന്ന രോഗം നമുക്കറിയാം, പലപ്പോഴും ഇന്നത്തെ കാലത്തൊരു മധ്യവയസ്സ്, ചിലപ്പോൾ യൗവനത്തിൽ തന്നെ കണ്ടു തുടങ്ങാറുണ്ട്. അങ്ങനെ തുടങ്ങി വർഷങ്ങൾ കഴിയുമ്പോഴേക്ക് പലതരത്തിലുള്ള മാറ്റങ്ങൾ ശരീരത്തിൽ അതുമായി ബന്ധപ്പെട്ട് തന്നെ ഉണ്ടാകുന്നു. നമുക്കറിയാം പ്രമേഹം രക്തക്കുഴലുകളിൽ അടവ് ഉണ്ടാക്കുന്ന ഒരു രോഗമാണ്. അപ്പോൾ തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകളിൽ അടവ് ഉണ്ടാകുമ്പോൾ അതേ തുടർന്ന് പെരുമാറ്റ വ്യത്യാസങ്ങൾ വരാം. ഈ പെരുമാറ്റ വ്യത്യാസങ്ങൾ പലതരത്തിൽ വരാമെങ്കിലും അതിലേറ്റവും പ്രധാനപ്പെട്ടത് വിഷാദ രോഗം തന്നെയാണ്. ഇതോടൊപ്പം ഈ പ്രമേഹ രോഗികളിലും മറ്റും ലൈംഗിക ശേഷിക്കുറവ് പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. അതും പലപ്പോഴും കടുത്ത ഉത്കണ്ഠയ്ക്കും വിഷാദത്തിനും വഴിവെക്കാൻ സാധ്യതയുണ്ട്. ഇനി പ്രമേഹം മാത്രമല്ല, ഹൃദ്രോഗം, അമിത രക്തസമ്മർദ്ദം, ക്യാൻസർ, പാർക്കിൻസോണിസം പോലെയുള്ള വിറയൽ രോഗങ്ങൾ, മറവി രോഗം, ഇത്തരത്തിലുള്ള ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഏത് ശാരീരിക രോഗവുമായി ബന്ധപ്പെട്ടും വിഷാദം വരാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ശാരീരിക രോഗം കൂടുതലുള്ള ആളുകളിലെ വിഷാദത്തിനൊരു സവിശേഷതയുണ്ട്. അതിലെ ലക്ഷണങ്ങൾ മറ്റുള്ളവരിലെ വിഷാദത്തിൽ നിന്ന് അല്പം വ്യത്യസ്തമായിരിക്കും. പ്രധാനമായിട്ടും 4 ലക്ഷണങ്ങളാണ് ഈ ദീർഘകാലം ശാരീരിക രോഗമുള്ള ആളുകളിലെ വിഷാദത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് കരുതപ്പെടുന്നത്. ഒന്നാമത്തേത്, മുഖത്ത് ഒരു വല്ലാത്ത ഭയത്തിൻ്റെ ഒരു ഭാവമായിരിക്കും ഇവർക്ക് പ്രകടമാവുക. അത് പലപ്പോഴും ഈ ശാരീരിക രോഗം മാറുന്നില്ല, നിയന്ത്രണ വിധേയമാകുന്നില്ല, ഇത് മരണത്തിന് കാരണമാകുമോ തുടങ്ങിയ ചില ആശങ്കകളായിരിക്കാം. തൻ്റെ മരണം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, തൻ്റെ ബന്ധുക്കൾക്ക് എന്ത് സംഭവിക്കും, ഇത്തരത്തിലുള്ള പലതരം ഭീതികളാകാം ഈ ഒരു ഭയം പ്രകടമാകാൻ കാരണം.
ചില അവസരങ്ങളിൽ ഇപ്പോൾ പാർക്കിൻസോണിസം പോലെയുള്ള വിറയൽ രോഗങ്ങളൊക്കെ ഉള്ള ആളുകളിൽ മുഖത്ത് വലിയ ഭാവമാറ്റം പ്രകടമാവില്ല. മുഖം ഒരു മുഖംമൂടി ധരിച്ച പോലെ ഒരു നിർവികാരമായ മുഖഭാവമായിരിക്കും. പക്ഷേ അവരിൽ പോലും ഇടയ്ക്കിടയ്ക്ക് കരയുന്ന ഒരു സ്ഥിതിവിശേഷം, കണ്ണു നിറയുകയും കരച്ചിൽ വരികയും ചെയ്യുന്നൊരു സ്ഥിതിവിശേഷം കാണാറുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ലക്ഷണം, ഈ ദീർഘകാലം ശാരീരിക രോഗമുള്ള ആളുകൾ ഒരുപാട് നേരം ചിന്തയിൽ മുഴുകിയിരിക്കുന്നതായിട്ട് കണ്ടാൽ ഒരുപക്ഷെ വിഷാദത്തിൻ്റെ തുടക്കമാകാം. ആൾക്കാരോട് സംസാരിക്കാൻ താല്പര്യമില്ലാതെ ദീർഘനേരം ചിന്തയിൽ മുഴുകിയിരിക്കുന്നു. സ്വന്തം അവസ്ഥയെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പരിതപിക്കുന്നു. എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒട്ടും ശുഭാപ്തി വിശ്വാസമില്ലാത്ത അവസ്ഥ. ചികിത്സയൊന്നും എടുത്തിട്ട് കാര്യമില്ല, എൻ്റെ രോഗം ശരിയാകില്ല, ഭേദപ്പെടില്ല, ഇത്തരത്തിലുള്ള ഈ നെഗറ്റീവായിട്ടുള്ള വർത്തമാനങ്ങൾ, ഇതും ഒരുപക്ഷെ വിഷാദത്തിൻ്റെ ലക്ഷണമാവാൻ സാധ്യതയുണ്ട്. വളരെയധികം ആൾക്കാരോട് ഇടപെടാൻ താല്പര്യപ്പെട്ടിരുന്ന, ഒരുപാട് സാമൂഹ്യ ബന്ധങ്ങളുണ്ടായിരുന്ന, വലിയ സുഹൃത്ത് വലയുണ്ടായിരുന്നൊരു വ്യക്തി ചിലപ്പോൾ പെട്ടെന്നങ്ങ് ഒതുങ്ങിക്കൂടും. വീട്ടിൽ തന്നെ ഇരിക്കാൻ താല്പര്യപ്പെടുന്നു, പുറത്തേക്ക് ഇറങ്ങുന്നില്ല. വീട്ടിൽ അതിഥികൾ വന്നാൽ അവർക്ക് മുഖം കാണിക്കാതെ മുറിക്കുള്ളിൽ തന്നെ ഒതുങ്ങിയിരിക്കുക. ഇങ്ങനെ പതിയെ പതിയെ സാമൂഹ്യ ബന്ധങ്ങൾ ഇങ്ങനെ കുറഞ്ഞു വരുന്നൊരു സ്ഥിതി ഒരുപക്ഷെ വിഷാദത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാകാം. നാലാമത്തെ പ്രധാന ലക്ഷണം, ആരെങ്കിലും ഒരു തമാശ പറഞ്ഞാൽ ചിരിക്കാൻ പറ്റുന്നില്ല, ഒന്നും ആസ്വദിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട്, ഇപ്പോൾ പ്രായമായ പ്രമേഹമോ ഹൃദ്രോഗമോ ഒക്കെ ബാധിച്ചവരിൽ ഈ സ്വന്തം പേരക്കുട്ടികളെ കണ്ടാൽ പോലും മുഖത്ത് ഒരു സന്തോഷവും വരുന്നില്ല, ഒരു ഭാവമാറ്റവും വരുന്നില്ല എങ്കിൽ ഒരുപക്ഷെ അവർ വിഷാദത്തിലേക്ക് പോയിരിക്കുന്നു എന്ന് ഏകദേശം നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഈ ശാരീരിക രോഗമുള്ളവർക്ക് വിഷാദം വന്നാൽ അത് അവരുടെ ശാരീരിക രോഗത്തെ വഷളാക്കും. ഉദാഹരണത്തിന്, ഇപ്പോൾ ഹൃദയാഘാതം വന്ന വ്യക്തികളിൽ 25% പേർക്ക് അടുത്ത 3 മാസത്തിനുള്ളിൽ വിഷാദം വരാം. ഈ വിഷാദം ചികിത്സിച്ച് ഭേദപ്പെടുത്തിയില്ല എങ്കിൽ അടുത്ത 1 വർഷത്തിനുള്ളിൽ വീണ്ടും ഹൃദയാഘാതം ആവർത്തിക്കാനുള്ള സാധ്യത 4 ഇരട്ടി കൂടുതലാണ്. പാർക്കിൻസോണിസം പോലെയുള്ള വിറയൽ രോഗമുള്ളവരിൽ 40 മുതൽ 70% വരെ വിഷാദം വരാറുണ്ട്. ഈ വിഷാദം ചികിത്സിച്ച് ഭേദപ്പെടുത്തിയില്ലെങ്കിൽ ഈ വിറയൽ രോഗം കൂടുതൽ വഷളായി വരുന്നതായിട്ട് കാണുന്നു. പ്രമേഹ രോഗികളിലും വിഷാദം വന്നാൽ ആ വിഷാദം ചികിത്സിച്ച് ഭേദപ്പെടുത്താത്ത പക്ഷം പ്രമേഹം കൂടുതൽ വഷളായി വരുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. ഡോക്ടർ ദയവായി ലൈവിൽ തുടരുക. ഒരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. വാർത്തകൾ ഇവിടെ വാൾമുനകളാവുന്നു. ജനപക്ഷ വാർത്തകളുടെ ലോകം. സത്യസന്ധമായ വസ്തുനിഷ്ഠമായ വാർത്തകളുമായി ജനകീയ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് എന്നും മുൻപന്തിയിൽ നേരിന്റെ നേർക്കാഴ്ചയുമായി എന്റെ വാർത്ത എത്തുന്നു. ഞായറാഴ്ച രാവിലെ 10 മണിക്ക്. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. ഡോക്ടർ, ഈ വാർദ്ധക്യകാലം ആഹ്ലാദം കൊണ്ട് നിറയ്ക്കാൻ, അല്ലെങ്കിൽ ആ മരണഭയം ഉൾപ്പെടെയുള്ള ആ ചിന്തകളെയൊക്കെ മാറ്റി നിർത്താൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും? പ്രസക്തമായൊരു ചോദ്യമാണ്. ഈ വാർദ്ധക്യം ആഹ്ലാദകരമാക്കാൻ നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലുള്ളത് ചെയ്യാൻ സാധിക്കും. ഒന്ന്, നമ്മുടെ ശാരീരിക ക്ഷമത മെച്ചപ്പെടുത്തി നിലനിർത്തുക എന്നുള്ളതാണ് വാർദ്ധക്യത്തിൽ ആഹ്ലാദം നിലനിർത്താനുള്ള ഒന്നാമത്തെ മാർഗം. ഒരു 3/4 മണിക്കൂർ നേരമെങ്കിലും ശാരീരിക വ്യായാമം ദിവസേന ഉറപ്പുവരുത്തണം. വെയിൽ കൊണ്ടുള്ള വ്യായാമമാണ് എപ്പോഴും നല്ലത്. നല്ല വേഗത്തിൽ കൈയൊക്കെ വീശി നടക്കാനായിട്ട് ശ്രമിക്കാം. സൂര്യപ്രകാശം കൊണ്ട് തന്നെ നടക്കാം. ഈ സൂര്യപ്രകാശം കൊള്ളണമെന്ന് പറയുന്നതിനൊരു പ്രസക്തിയുണ്ട്. കാരണം സൂര്യപ്രകാശം കൊണ്ടാൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി എന്ന ജീവകം ഉൽപ്പാദിപ്പിക്കപ്പെടുകയുള്ളൂ. ഈ വൈറ്റമിൻ ഡി ശാരീരിക ക്ഷമതയ്ക്ക് അത്യാവശ്യമാണ്. പേശികളുടെയും അസ്ഥികളുടെയും ആരോഗ്യത്തിന് അത്യാവശ്യമാണ്. നമുക്കറിയാം, പലരും വൃദ്ധജനങ്ങൾ ചെറിയൊരു വീഴ്ച പറ്റുമ്പോൾ എല്ലുകൾ ഒടിയുന്നു. എല്ലുകൾ ഒടിയുന്നതോടുകൂടി അവരുടെ ജീവിതം വല്ലാത്തൊരു ബുദ്ധിമുട്ടിലേക്ക് പോകുന്നതായിട്ട് കാണും. എല്ലൊടിയാതിരിക്കാൻ, പേശികൾക്ക് നല്ല ബലം കിട്ടാൻ വൈറ്റമിൻ ഡിയുടെ അളവ് നല്ല രീതിയിൽ ശരീരത്തിൽ ഉണ്ടാകണം. ഈ വൈറ്റമിൻ ഡി നോർമലായിട്ട് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ വെയിൽ കൊള്ളേണ്ടത് അത്യാവശ്യമാണ്. ഒരു 3/4 മണിക്കൂറെങ്കിലും വെയിൽ കൊള്ളുന്ന രീതിയിൽ ദിവസേന രാവിലെയോ വൈകിട്ടോ എപ്പോഴെങ്കിലും നടക്കുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഈ നടന്നു കഴിഞ്ഞാൽ മറ്റൊരു ഗുണം കൂടെ ഉള്ളത്, തലച്ചോറിലെ ആഹ്ലാദത്തിന് കാരണമാകുന്ന എൻഡോർഫിൻസ് എന്ന ചില രാസവസ്തുക്കളുണ്ട്. ഈ ശാരീരിക വ്യായാമം ചെയ്യുമ്പോൾ ഈ എൻഡോർഫിൻസിൻ്റെ അളവ് കൂടും. അങ്ങനെ വരുമ്പോൾ മനസ്സിനൊരു സന്തോഷം അതോടൊപ്പം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ പ്രധാന സംഗതി, നമ്മുടെ വ്യക്തിബന്ധങ്ങളെ ദൃഢമായിട്ട്
ഒരുപാട് സൗഹൃദങ്ങൾ നമുക്ക് വേണം. പ്രത്യേകിച്ച് ഈ പണ്ട് സ്കൂളിലോ കോളേജിലോ ഒക്കെ പഠിച്ചിരുന്ന സുഹൃത്തുക്കൾ, അവരുമായി ബന്ധപ്പെടുക, ഇടയ്ക്ക് മാസത്തിലൊരിക്കലെങ്കിലും അവരെ കാണുക, അത്തരത്തിലുള്ള കൂട്ടായ്മകളിൽ പങ്കെടുക്കുക. അപ്പോൾ ഈ ചെറുപ്പത്തിലുള്ള സുഹൃത്തുക്കളുമായിട്ട് ഇടപെടുമ്പോൾ നമ്മുടെ മനസ്സ് പഴയ കാലത്തേക്കൊന്ന് സഞ്ചരിക്കും. യൗവനത്തിൻ്റെയും കൗമാരത്തിൻ്റെയൊക്കെ ഒരു ഊഷ്മളത, ഒരു ഊർജ്ജസ്വലത നമുക്ക് അനുഭവപ്പെടും. അത് തീർച്ചയായിട്ടും മനസ്സിനെ സന്തോഷകരമായിട്ട് നിലനിർത്താൻ സഹായിക്കുന്ന കാര്യമാണ്. മൂന്നാമത്തേത്, നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സാമൂഹികമായിട്ടുള്ള സേവനങ്ങൾ. നമുക്കറിയാം, പല ആളുകളും വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കാറുണ്ട്, ദരിദ്രരായ വിദ്യാർത്ഥികളെ സഹായിക്കാൻ ശ്രമിക്കാറുണ്ട്, രോഗികളെയും അനാഥരെയും സഹായിക്കാൻ ശ്രമിക്കാറുണ്ട്. നമ്മുടെ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള ഒരു സൗകര്യമനുസരിച്ച് പറ്റുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കാം. ഈ സഹായത്തിലൂടെ, ഈ സഹായ പ്രവർത്തനങ്ങളിലൂടെ, അതിൽ നിന്ന് കിട്ടുന്നൊരു ഫീഡ്ബാക്കിലൂടെ മനസ്സിനൊരു ആഹ്ലാദമുണ്ടാവാൻ സാധ്യതയുണ്ട്. 4, വീട്ടിനുള്ളിലെ ദമ്പതികൾ തമ്മിലുള്ള, വൃദ്ധരായ ദമ്പതികൾ തമ്മിലുള്ളൊരു ആത്മബന്ധം നല്ല രീതിയിൽ നിലനിർത്താനുള്ള ശ്രമങ്ങൾ വേണം. ഇവിടെ പരസ്പരം കുറ്റപ്പെടുത്തുകയോ പഴിചാരുകയോ ചെയ്യുന്നതിന് പകരം പരസ്പരം അഭിനന്ദിച്ചുകൊണ്ട്, എന്തുമാത്രം താൻ തൻ്റെ പങ്കാളിയെ സ്നേഹിക്കുന്നു എന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ട്, ആ ഒരു ഓർമ്മപ്പെടുത്തലിലൂടെ നല്ല രീതിയിലുള്ളൊരു പോസിറ്റീവായൊരു ആത്മബന്ധം തമ്മിൽ വികസിപ്പിക്കാം. കുട്ടികളുമായി, അടുത്ത തലമുറയുമായിട്ടുള്ളൊരു ബന്ധമാണ് 5ാമത്തെ ഘടകം. പലപ്പോഴും ഈ കുട്ടികളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക, അവർ മുതിർന്ന ശേഷവും അവരുടെ ജീവിതത്തിൽ ഇടപെട്ട് തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് അവരെ കൊണ്ട് ചെയ്യിക്കാൻ ശ്രമിക്കുക. ഇത് പലപ്പോഴും ഈ കുട്ടികളുമായിട്ടുള്ള സംഘർഷങ്ങൾക്ക് കാരണമാകും. അത് ഈ വൃദ്ധജനങ്ങളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കാം. ഒരിക്കലും, ഇപ്പോൾ തന്നോളം വളർന്നാൽ താനെന്ന് കരുതണം എന്നാണല്ലോ പഴമൊഴി. ഒരിക്കലും കുട്ടികളുടെ കാര്യത്തിൽ ഇടപെട്ട് അവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. അവർക്ക് സ്വാതന്ത്ര്യം നൽകുക, അവരുടെ അഭിപ്രായങ്ങളെ വില കൽപ്പിക്കുക, അവർ ചോദിക്കുന്ന സമയത്ത് മാത്രം സ്വന്തം അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ ആ അഭിപ്രായം സ്വീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചെയ്യുന്ന വൃദ്ധ ദമ്പതികളോട് തീർച്ചയായിട്ടും മക്കളും കൊച്ചുമക്കളും ഒക്കെ അഭിപ്രായം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതോടൊപ്പം നമുക്ക് എത്രത്തോളം, ഇപ്പോൾ അയൽവാസികളായിക്കോട്ടെ, റെസിഡൻസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, പരമാവധി മറ്റുള്ളവരുമായിട്ട് ഇടപെട്ടുകൊണ്ട് അവരുമായി, പ്രത്യേകിച്ച് സമപ്രായക്കാരായ ആളുകളുമായിട്ട് കൂടുതൽ സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിക്കാം. പുതിയ സാങ്കേതിക വിദ്യകൾ പഠിക്കാൻ, പുതിയ ഭാഷകൾ പഠിക്കാൻ ശ്രമിക്കാം. പുതിയ പുസ്തകങ്ങൾ വായിക്കാം. നമുക്കിതുവരെ പരിചയമില്ലാത്ത മേഖലകളെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യുക വഴി നമ്മുടെ തലച്ചോറിൻ്റെ ഊർജ്ജസ്വലതയും ആരോഗ്യവും മെച്ചപ്പെടുത്താം. ഇതുവഴി ഒരു പരിധിവരെ മറവിരോഗവും വിഷാദവും അടക്കമുള്ള കാര്യങ്ങളെ നമുക്ക് അകറ്റി നിർത്താനും സാധിക്കാറുണ്ട്. പ്രായമായവരിലെ മാനസികാരോഗ്യം എന്ന വിഷയത്തെക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ എന്ന ചർച്ച ചെയ്ത് ചർച്ചയിൽ പങ്കെടുത്തത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഇൻ സൈക്കാട്രി ഡോക്ടർ അരുൺ ബി നായരാണ്. ഡോക്ടർ വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. നമസ്കാരം. ആരോഗ്യ വാർത്തകളിൽ വീണ്ടും ഒരു ഇടവേള. പ്രപഞ്ചശക്തികളുടെ പ്രഭവ കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്രദർശനം ശരീരത്തിനെ ഊർജ്ജസ്വലമാക്കുന്നു, മനസ്സിനെ നിർമ്മലമാക്കുന്നു. ഓരോ ദേശത്തിന്റെയും സംസ്കാരത്തിന്റെയും ജീവിത രീതികളുടെയും അടിത്തറയാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്രാചാരങ്ങളും ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും അറിഞ്ഞുകൊണ്ട് പുണ്യവീഥികളിലൂടെ ഒരു പ്രദക്ഷിണം. എല്ലാ ഞായറാഴ്ചയും രാവിലെ 7 മണിക്ക് പ്രദക്ഷിണം. പ്രതിരോധശേഷി ആർജിച്ച മലമ്പനി രോഗാണുക്കളെ നേരിടാൻ പ്രോട്ടീൻ ചികിത്സയുമായി ഗവേഷകർ. ലണ്ടൻ സ്കൂൾ ഓഫ് ഹൈജീൻ ആൻഡ് ട്രോപ്പിക്കൽ മെഡിസിനിലെ ഗവേഷകരാണ് ചുവന്ന രക്തകോശാണുക്കളിലെ പ്രത്യേക പ്രോട്ടീനെ നിയന്ത്രിക്കുന്നതിലൂടെ മലമ്പനിയെ ചെറുക്കാമെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. മലേറിയ രോഗാണുക്കൾ ചുവന്ന രക്തകോശങ്ങളിലെത്തി വിഭജിച്ചാണ് അടുത്ത രക്തകോശത്തിലേക്ക് കടക്കുന്നത്. ഇതിന് സഹായകരമായി രക്തകോശാണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രത്യേക പ്രോട്ടീനിന്റെ അളവ് കുറയ്ക്കുന്നതിലൂടെ രോഗാണുവ്യാപനം തടയാമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. പ്രധാന ആരോഗ്യ വാർത്തകൾ വീണ്ടും. ഡെങ്കിപ്പനിയും പകർച്ചപ്പനിയും സംസ്ഥാനത്ത് പടരുമ്പോൾ രോഗവിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്താൻ ഡോക്ടർമാർക്ക് ആരോഗ്യവകുപ്പിന്റെ കർശന നിർദ്ദേശം. സ്വകാര്യ ലാബുകളിലെ രക്തപരിശോധന പാളുന്നു. കോഴിക്കോട് 19 വയസ്സുകാരന് എയ്ഡ്സ് എന്ന സ്വകാര്യ ലാബിന്റെ തെറ്റായ റിപ്പോർട്ട്. പ്രതിരോധശേഷി ആർജിച്ച മലമ്പനി രോഗാണുക്കളെ നേരിടാൻ പ്രോട്ടീൻ ചികിത്സയുമായി ഗവേഷകർ.
ആരോഗ്യവാർത്തകൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലഭ്യമാണ്. amritatv.com/health സന്ദർശിക്കുക. യൂട്യൂബിൽ കാണാൻ youtube.com/amritatv സന്ദർശിക്കുക. ആരോഗ്യവാർത്തകൾ വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30 കാണാം. നമസ്കാരം.